ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജസ്ന തിരോധാന കേസിലെ അന്വേഷണം CBI അവസാനിപ്പിച്ചു. ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് കാട്ടി പ്രത്യേക CBI കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. നുണപരിശോധന നടത്തിയവർക്കുൾപ്പെടെ കേസുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കണ്ട അന്വേഷണമായിരുന്നു ജസ്ന തിരോധാന കേസ്. ലോക്കൽ പോലീസ് മുതൽ CBI വരെ അന്വേഷിച്ചിട്ടും ജസ്ന ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. CBI അന്വേഷണത്തിലെങ്കിലും ജസ്നയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ജസ്നയെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തും ഉൾപ്പെടെ കണ്ടുവെന്ന അവകാശവാദങ്ങളും ഇതിനിടെ ഉണ്ടായി. എന്നാൽ ഈ വിവരങ്ങളൊന്നും അന്വേഷണത്തിൽ CBIക്ക് ശരിയെന്ന് കണ്ടെത്താനായില്ല. 2018 മാർച്ച് 22-ന് വീട്ടിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകും വഴിയായിരുന്നു ജസ്നയുടെ തിരോധാനം. ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കേസ് CBIക്ക് കൈമാറാൻ 2021 ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷിച്ചത്. കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ടോമിൻ ജെ തച്ചങ്കരിയും SP ആയിരുന്ന KG സൈമണൊക്കെ CBIക്ക് മൊഴി നൽകിയിരുന്നു. കേസ് അന്വേഷണത്തിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നതായിരുന്നു ഇരുവരുടെയും മൊഴി. ജസ്ന തിരോധാനത്തിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന് കരുതുന്നതായി CBI കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണം ഏറ്റെടുത്തതോടെ ഏറെ പ്രതീക്ഷയിലായിരുന്നു ജസ്നയുടെ ബന്ധുക്കളും നാട്ടുകാരും. ഒടുവിൽ അതേ CBI സംഘം തന്നെ കോടതിയിൽ പറയുന്നത് ജസ്നയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഒരു തുമ്പുപോലും ലഭിക്കുന്നില്ല എന്നതാണ്. അപ്പോഴും സാധാരണക്കാർ ഉൾപ്പെടെ ചോദിക്കുന്നത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊല്ലപ്പെട്ടോ എന്നാണ്. ഇന്റർപോളിന്റെ നോട്ടീസ് സജീവമാണെന്നും താൽക്കാലികമായി മാത്രമാണ് അന്വേഷണം നിർത്തിവെക്കുന്നതെന്നുമാണ് CBIയുടെ അവകാശവാദം. 24 കൊച്ചി.